ഉർവശി ചേച്ചിയും കൽപ്പന ചേച്ചിയും ഒന്നിച്ച് അഭിനയിച്ച സിനിമകൾ എന്ന് പറയുന്ന ഒരു കെട്ട് സിനിമകളുണ്ട്. പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട് നിർമ്മിച്ചതും എഴുതിയത് ഉർവശി ചേച്ചിയല്ലേ? കഥ എഴുതിയത് ഉർവശി ചേച്ചിയാണ്. കഥ ശശിധരൻ ആറാട്ട് വഴി. കഥയും നിർമ്മാണവും അതിനകത്ത് കൽപ്പന ചേച്ചിക്ക് നല്ല വേഷമുണ്ട്. പിടക്കോഴി കൂവുന്ന നൂറ്റാണ്ട്. കൽപ്പന ചേച്ചിയെ വിജയ് തമ്പി സാറിന് എങ്ങനെ ഓർക്കുന്നു ആദ്യം തൊട്ട്? എന്റെ ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെറ്റിക്കോട്ട് ഇട്ട് കിടക്കുന്ന കാലം തൊട്ടുള്ള ഓർമ്മയാണ്. ഇവര് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിനടുത്താണ് താമസിച്ചിരുന്നത്. എനിക്ക് വി പി ചേട്ടനായിട്ട് നല്ല അടുപ്പമുണ്ടായിരുന്നു. പലപ്പോഴും ആ വീട്ടിൽ വരുമ്പം ഇവർ 3 പേരും പിന്നെ മറ്റു 2 പിള്ളേരും ആൺപിള്ളേരും 5 പേരും ഉണ്ട് അവിടെ. അന്നോട്ടേ അറിയാം. പിന്നെ മലയാള സിനിമയിൽ ഒരു വ്യത്യാസമുള്ളത്, ഞാൻ വിജയ് തമ്പിയാണ് മലയാള സിനിമയിൽ. എന്നെ വേണിച്ചേട്ടാന്ന് വിളിക്കുന്ന 3-4 പേരേ ഉള്ളൂ. ഒന്ന് ഇരിക്കുന്ന പൊടി, ഉർവശി, കൽപ്പന, കല, ഇവരെല്ലാം ഇപ്പോഴും എന്നെ വേണിച്ചേട്ടാന്ന് വിളിക്കുന്നത്. എന്റെ യഥാർത്ഥ പേര് വേണുഗോപാൽ എന്നാണ്. ഇപ്പോഴും എന്നെ വേണിച്ചേട്ടാന്ന് വിളിക്കുന്ന അതൊരു പുതിയ വെളിപ്പെടുത്തല. തമ്പിയാണ്, വേണുഗോപാലൻ തമ്പിയാണത്. വേണുഗോപാലൻ തമ്പിയാണോ വിജയ് തമ്പി? ഞങ്ങൾ ഇത്രയും നാള് വിജയ് തമ്പി അതേതായാലും ഇവിടെ അനൗൺസ് ചെയ്ത് നന്നായി. അപ്പൊ അത്ര ചെറുപ്പം തൊട്ടേ അറിയാന്നുള്ളതാണ്. പക്ഷെ എനിക്കൊന്ന് ഉർവശിയായിരിക്കും എന്റെ സിനിമയിൽ കൂടുതൽ അഭിനയിച്ചിട്ടുള്ളൂ. കൽപ്പന അധികം അഭിനയിച്ചിട്ടില്ല എന്റെ സിനിമയിൽ. കൽപ്പന എന്റെ സിനിമയിൽ ആദ്യം അഭിനയിക്കുന്നത് ഈ ഉർവശി പ്രൊഡ്യൂസ് ചെയ്യുന്ന പിടക്കോഴി നൂറ്റാണ്ടിലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അതിനുശേഷം പിന്നെ മറ്റു സിനിമകളിൽ അഭിനയിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും അവിടെ നിന്നാൾ ആരോഗ്യശ്രീമാരിൽ അഭിനയിച്ചു. പിന്നെ കുടുംബ കോടതിയിൽ അഭിനയിച്ചു. ഈ 3 സിനിമകളിലേ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷെ 3 നല്ല കഥാപാത്രങ്ങളാണ്. പിന്നെ അത് പിടക്കോഴി നൂറ്റാണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഡ്യുവൽ റോളാണ്. പൊന്നപ്പനും അതായത് കൽപ്പന ചേച്ചി 2 റോളാ. പൊന്നമ്മയെന്ന് പറഞ്ഞ് പെണ്ണായിട്ടും ഉണ്ട്, പൊന്നപ്പനായിട്ട്. സാധാരണ ആണുങ്ങൾ സ്ത്രീവേഷം കിട്ടാറുണ്ട്. സ്ത്രീകൾ ആൺവേഷം കിട്ടുന്നത് അധികം ഇല്ല. മാത്രല്ല അതൊരു കോമഡി സീനല്ല. ആ ചെറുക്കനോട് ആ ഒരു വിവേചനം കുടുംബത്തിൽ ആൺപിള്ളേർക്ക് പ്രത്യേക പരിഗണനയും പെണ്ണിന് പരിഗണന ഇല്ല എന്നുള്ളതുകൊണ്ട് പുരുഷ ഉദ്യോഗിയായി മാറിയതാണ്. അപ്പം അവനോടൊരു അസൂയയും ദേഷ്യവും ഉണ്ട്. അപ്പൊ അവനും ഒരിത്തിരി വില്ലനായിട്ടാ വരുന്നത്. ആ റോഡിൽ വരുന്നതൊക്കെ നമ്മുടെ യദുകൃഷ്ണൻ മോഡലിലൊക്കെയാണ് വരുന്നത്. താടിയൊക്കെ വെച്ച് നേരെ അവിടെ നിന്ന് അന്നത്തെ യദുകൃഷ്ണന്റെ ക്യാരക്ടേഴ്സിലുണ്ടല്ലോ. പിഞ്ചിലെ പഴുത്തത് ഒരു ഇതൊക്കെയാണല്ലോ. അതേപോലെയാ വരുന്ന വന്ന് പെങ്ങളുമായിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടില്ലേ? അങ്ങനെ പോന്നോ? അല്ല, അത് രസം വെച്ച് കഴിഞ്ഞാൽ ഓർമ്മശിക്ക് ഓർമ്മയാണെന്നറിയില്ല. ഇത് വേറെ ആരെങ്കിലും കാസ്റ്റ് ചെയ്യാന്ന് വെച്ചിരുന്നാണ്. കൽപ്പനയാണ് പറഞ്ഞത് ഞാൻ ചെയ്യാന്ന്. ഓണാണ് ഞാൻ തന്നെ ചെയ്യാൻ. അത് ഭയങ്കര ബോറാവും എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത്. കാരണം കൽപ്പന അങ്ങനെയുള്ള ഇന്നസെന്റ് ക്യാരക്ടേഴ്സ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഇടയ്ക്കൊരു അങ്ങനത്തെ ഒരു ഫുൾ ഫെമിനൈനായിട്ടൊരു സ്ത്രീ ഇങ്ങനെ കാണിക്കാന്ന് പറയുമ്പോൾ എങ്ങനെയാ ശരിയാവുന്ന? പിന്നെ അത് കോമഡി ആയിട്ട് തോന്നിയാലും തോന്നിക്കോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ ശരിക്കും അയ്യോ ഗംഭീരായിട്ട് ദിലീപ് അഭിനയിച്ചിട്ടുണ്ട് തോന്നല്ലേ ആ പടത്തില്? റെക്കമെൻഡേഷനിലാണ് ഇവന്റെ 2ാമത്തെ പടം. മലയാള മാസം ചിങ്ങം 1 എന്ന് പറയുന്ന ഒരു സിനിമയില് ദിലീപേട്ടന്റെ ഹീറോയിനാണ്. ദിലീപേട്ടന്റെ നായികയായിട്ട് തന്നെയാണ് ആ സിനിമയില് അഭിനയിച്ചിരിക്കുന്നത്. മലയാള മാസം ചിങ്ങം 1 എന്ന് പറയുന്ന ഡയറക്ട് ചെയ്ത് കുടുംബകോടതി സാറ് ചെയ്ത കുടുംബകോടതി. കുടുംബകോടതിയിൽ ദിലീപ് അല്ലേ? ദിലീപാണ് ഹീറോ. കൽപ്പന എന്റെ പേരായിട്ട്. സെൻട്രൽ ക്യാരക്ടറാണ് അതില്. അവന്റെ ക്ലൈമാക്സ് ഒക്കെ പൊളിക്കണ കൽപ്പന. ഗുണ്ടൂർ പാർവതി. അതായത് ഈ ഹ്യൂമർ ചെയ്യുന്ന ആളുകൾക്ക് പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചുള്ളൊരു കാര്യം, ഈ കമാൻഡിങ് പവർ. ബാക്കി സെന്റിമെന്റ്സ് അഭിനയിക്കല് കാര്യങ്ങളൊക്കെ ഓക്കെ വെച്ചോ, ഇച്ചിരി സെന്റിമെന്റ്സ് അഭിനയിച്ചാലേ അഭിനയിച്ചു എന്ന് തന്നെ നാട്ടുകാരിപ്പോ പറയുള്ളൂ. അതൊക്കെ ശരിയാ. പക്ഷെ നമ്മൾ കമാൻഡ് ചെയ്താൽ ആളുകൾ അംഗീകരിക്കണമെങ്കിൽ വേറൊരു റേഞ്ച് വേണം നമ്മൾ. അല്ലെങ്കിൽ എത്ര ആണെങ്കിലും വിവരം ചെയ്ത ആൾക്ക് ബാക്കി എല്ലാ ഇമോഷൻസും പോയാലും ഒരാളെ കമാൻഡ് ചെയ്തൊരു 4 പേരെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് വലിയ പാടാണ്. പക്ഷെ ഈ ക്യാരക്ടർ എന്ന് പറയുന്നത് ആ സിനിമയിലുള്ള എല്ലാ ക്യാരക്ടേഴ്സിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു അല്ല, അതിനു വേണ്ടി എടുത്തൊരു വിദ്യയാണ് തെലുങ്ക്. കാര്യം ഇപ്പം രമേശ് പറഞ്ഞതുപോലെ ഇപ്പം മലയാളത്തിൽ കഥാപാത്രമാണ് കൽപ്പന ചെയ്തെങ്കിൽ കൽപ്പനയ്ക്ക് ഒരു ഹ്യൂമർ ഇമേജ് ആണല്ലോ ഉള്ളത്. അതെ, കൽപ്പന മലയാള ഭാഷയോട് ഉപയോഗിച്ചിട്ടാണ് അങ്ങനെ കമാൻഡ് ചെയ്തതെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ ഈ രീതിയിൽ തന്നെ എടുക്കത്തില്ല. ശരിയായിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഭാഷ മാറ്റി അന്നത്തെ ആൾക്കാർ കാര്യം കോമഡി ആയിട്ട് എടുക്കത്തുള്ളൂ. ഇത് കോമഡി വേണം, പക്ഷെ കോമഡിക്ക് അപ്പുറമായിട്ട് ഒരു മനസ്സിലായ്മയുടെ ഒരു സീരിയസ്നെസ് ഉണ്ടല്ലോ.
അങ്ങനെയാണ്. തമിഴാണെങ്കിൽ പോലും കുറച്ച് ആൾക്കാർക്ക് ഇവിടെ അറിയാം, തെലുങ്ക് ആർക്കും അറിയില്ല ഇവിടെ. ഒരുപാട് സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള മറ്റൊരു പ്രഗത്ഭനായ സംവിധായകൻ കൽപ്പന ചേച്ചി ഈ അവസരത്തിൽ ഓർക്കുന്നു, സംവിധായകൻ ജോസ് തോമസ്. കൽപ്പന എന്ന നടി, അവരെ വെച്ചൊരു സിനിമ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് എൻ്റെ ഒരു നിർഭാഗ്യമാണ്. അത്രമാത്രം അതുല്യ കലാകാരിയായിരുന്നല്ലോ കൽപ്പന. പക്ഷെ കൽപ്പനയുമായി ഞാൻ ആത്മബന്ധമുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുപാട് സ്റ്റേജ് ഷോകൾ വിദേശത്തൊക്കെ പോയി ചെയ്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് മോളുണ്ടായപ്പോൾ അവളെ കാണാൻ വീട്ടിൽ വരികയും ഗിന്നസ് പക്രവുമായിട്ടാണ് ഒന്നിച്ചു വന്നത്. ഒരു സ്വർണ്ണപാദസരം അവൾക്ക് സമ്മാനിച്ചു നോക്കി ഇന്നും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. ആ അതുല്യ കലാകാരിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കുന്നു. ഒപ്പം അവർ ചെയ്തിട്ടുള്ള അതിമനോഹര കഥാപാത്രങ്ങൾ, മനുഷ്യരെ പൊട്ടിച്ചിരിപ്പിച്ച, പൊട്ടിക്കരയിച്ച കഥാപാത്രങ്ങളുമുണ്ട്. എല്ലാവരും കൽപ്പനയെ ഒരു കോമഡി ക്യാരക്ടർ ചെയ്യുന്ന നടിയായിട്ടാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ അതല്ലാതെ വളരെ സീരിയസ് കഥാപാത്രങ്ങൾ, എന്തിന് അരവിന്ദന്റെ പോക്കുവയിൽ അഭിനയിച്ച കൽപ്പനയെ എത്ര പേർക്കറിയാം. അതുകൊണ്ട് തന്നെ ആ അതുല്യ കലാകാരിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ആ ഓർമ്മകൾ ഇന്നും പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവം ഈ അമൃത ടെലിവിഷനിലെ ഓർമ്മയിൽ എന്ന പരിപാടിയിലൂടെ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഇപ്പൊ ഹ്യൂമർ വേഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് അതെന്താന്ന് വെച്ചാല് വലിയ നമ്മളിപ്പോ ഗുണ്ടൂർ പാർവതി എന്നൊക്കെ പറയുന്ന കഥാപാത്രം കൊണ്ടും ഈ പോപ്പുലറായ വേറെ ഒരു സെറ്റ് കഥാപാത്രങ്ങൾ ഇരിക്കുകയാണ്. ഇപ്പം നമ്മുടെ ഗാന്ധർവത്തിലെ നടി കൊട്ടാരക്കര കോമളം എന്ന് പറയുന്ന ഒരു അത് ഇത്ര മീഡിയം മാറി മൊബൈൽ വന്നാലും തട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്ന സീനുകളിലൊന്നാണ് മറ്റേ താത കണ്ണുവൻ തപമാനത്തിൽ എന്റെ നാഥാ എന്നും പറഞ്ഞ് കൽപ്പന ചേച്ചി ചാടിക്കയറി കെട്ടിപ്പിടിക്കുന്നത്. നമുക്ക് ഒരാളെ കൂടെ വിളിക്കണം. ഇപ്പം നിസാർക്കയുടെ പേര് പറഞ്ഞ സ്ഥിതിക്ക് നിരവധി നല്ല വേഷങ്ങൾ കൽപ്പന ചേച്ചിക്ക് സമ്മാനിച്ച, കൽപ്പന ചേച്ചിയുമായി ദീർഘനാളത്തെ ആത്മബന്ധം കാത്തു സൂക്ഷിക്കുന്ന, ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകൾ മലയാളിക്ക് സമ്മാനിച്ചിട്ടുള്ള പ്രിയപ്പെട്ട സംവിധായകൻ, അദ്ദേഹത്തെ ഞാൻ ഓർമ്മയിലെന്നും കൽപ്പന എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട നിസാർക്ക്. നിസാർക്ക, നമസ്കാരം. സ്വാഗതം നമ്മുടെ ഷോയിലേക്ക്. നേരത്തെ ഇപ്പം യാദൃശ്യമായിട്ട് ഞങ്ങൾ സിനിമയെ പറ്റി, മലയാള മാസം ചിങ്ങ1 എന്നുള്ള സിനിമയെ പറ്റി പറഞ്ഞു. അപ്പോൾ അശോകൻ ചേട്ടൻ യാദൃശ്യമായിട്ട് നിസാർക്കയുടെ പേര് പറഞ്ഞു. ആ സമയത്ത് ദിലീപേട്ടൻ്റെ നായികയായിട്ട് അങ്ങനെ അതുപോലൊരു കഥാപാത്രത്തിലേക്ക് കൽപ്പന ചേച്ചിയെ എങ്ങനെയാണ് ഓർത്തത്, എത്തപ്പെട്ടത്? അത് പിന്നെ അതിൽ കൽപ്പന തമിഴ് കൾച്ചറുള്ള ഒരു രുക്കു എന്ന് പറയുന്നത് റുക്കു എന്ന് പറഞ്ഞ്, അപ്പം അത് കറക്റ്റ് എല്ലാവരും പറഞ്ഞത് കൽപ്പന ചേച്ചി തന്നെയാണ് നല്ലത് എന്ന് പറഞ്ഞ് അങ്ങനെയാണ് കൽപ്പനയെ വിളിക്കുന്നത്. ദിലീപിൻ്റെ ഭാര്യയായിട്ട് എപ്പോഴും ഭർത്താവ് പോകുന്നതിന് മുമ്പ് രാവിലെ എല്ലാം എന്തെങ്കിലും വികൃതികൾ കാണിക്കുന്നു എന്ന് അറിയാൻ വേണ്ടി ഓരോ ദിവസവും ഓരോ മാർക്ക് വെച്ചാണ് വിടുന്നത്. വരുമ്പോൾ അത് ടെസ്റ്റ് ചെയ്ത് കേട്ടുക. അങ്ങനത്തെ ഫുൾ ഹ്യൂമറിൽ കളിച്ച ഒരു സംഭവമാണ്. അല്ല, അതാ ശരിക്ക് വേറൊരാളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആരാണ്? ഒരിക്കലുമില്ല, ആരുമില്ല. ഫൈനൽ ഡിസ്ക് അത് ഞങ്ങൾ പണ്ട് നിസ്താർക്കയുടെ പടം ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ആലുവ പാലസ് ഇങ്ങനെ കുറേ ഹോട്ടലുകളുണ്ട് ഞങ്ങൾക്ക്. അവിടെ ഇരുന്ന് ഫുൾ കഥ കേട്ടിട്ട് അവിടെ ഇരുന്ന് ഞങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യും. അപ്പൊ ദിലീപിന് എപ്പോഴും കൂടെ വേണമല്ലോ നമ്മള്. അന്ന് പിന്നെ അതിന് പകരം കൽപ്പന അല്ലാതെ വേറെ ആരും ഇല്ല. അത് വേറെ ഒരു പകരം ഒരാളുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. പക്ഷെ കൽപ്പന 100% കറക്റ്റാണത്. ഓർമ്മയിലെന്നും